വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 4ാം ക്ലാസ്സിൻ്റെ ആനുവൽ ഇവാലുവേഷൻ, അതായത് വാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി ലിസൺ ആൻഡ് ആൻസർ. ലിസൺ ചെയ്ത് ആൻസർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവ് യു ലിസൺ ടു ദ സ്റ്റോറി? നിങ്ങൾക്ക് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? ദെൻ നൗ റീഡ് ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദം. ഇത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ദ ഫ്രോഗ് സോ അറൗണ്ട് ഇറ്റ് ഡാഷ്. അവിടെ എന്താണ് എഴുതേണ്ടത്? ജംപ്ഡ് ഔട്ട് ഓഫ് ദി പോണ്ട്, ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്, ജംപ്ഡ് അപ്പ് ഓൺ എ റോക്ക്. ഏതാണ്? ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. എന്താണ്? പോണ്ടിലേക്ക്, കുളത്തിലേക്ക് എടുത്തു ചാടിയെന്നാണ്. വാട്ട് കളർ വാസ് ദ ഫ്രോഗ്? ഫ്രോഗിന്റെ കളർ എന്തായിരുന്നു? ടീച്ചർ പറഞ്ഞു തന്ന സ്റ്റോറിയിൽ ഫ്രോഗിന്റെ കളർ എന്തായിരുന്നു? റെഡ് ആണോ, ബ്ലൂ ആണോ, ഗ്രീൻ ആണോ? ഗ്രീൻ അല്ലേ? മൂന്നാമത്തെ, അരുൺ ക്രൈഡ് അയ്യോ ആൻഡ് ജംപ്ഡ് അപ്പ്. വൈ ഡിഡ് ഹി ഷൗട്ട് അയ്യോ? പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. He fell into the pond. He felt something touching his feet. He saw a snake. അരുൺ അയ്യോ എന്ന് പറഞ്ഞത് ഉറക്കെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടായിരിക്കും? He felt into എന്താണ്? പോണ്ടാണോ? He felt something touching his feet. He saw a snake. എന്തുകൊണ്ടായിരിക്കും? He felt something touching his feet അല്ലേ? അങ്ങനെ ടീച്ചർ പറഞ്ഞു തന്ന സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്. അതെ, എന്താണ്? ഹി ഫെൽറ്റ് സംതിങ് ടച്ചിങ് ഹിസ് ഫീറ്റ്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ഹി സീ ഇൻ വാട്ടർ? അവൻ എന്താണ് വാട്ടറിൽ കണ്ടത്? എന്താണ് കണ്ടത്? എ റെഡ് ഫിഷ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അരുൺ സാറ്റ് ഡാഷ് ഓൺ ദ സ്റ്റെപ്പ്, ഓൺ എ റോക്ക്, ഓൺ ദ ബൗണ്ടറി വോൾ. അരുൺ എവിടെയാണ് ഇരുന്നത്? ഓൺ ദ സ്റ്റെപ്പ്. എവിടെയാണ് മക്കളെ? ഓൺ ദ സ്റ്റെപ്പ്. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ, റീഡ് ആൻഡ് റൈറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഇത് വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ. ആദ്യം നിങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നത് കേട്ടിട്ട് ഉത്തരം എഴുതാനായിരുന്നു. അടുത്തത് എന്താണ്? നിങ്ങൾ റീഡ് ചെയ്ത് ആൻസർ കണ്ടെത്താനാണ്. നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം. എ ടോർട്ടോയ്സ് വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. ഒരു ടോർട്ടോയ്സ് എന്ത് ചെയ്യുമായിരുന്നു? മരത്തിന്റെ താഴെ എന്ത് ചെയ്യുമായിരുന്നു? റെസ്റ്റ് ചെയ്യുമായിരുന്നു. എ ബേർഡ് ഹാഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ദ സെയിം ട്രീ. അവിടെ തന്നെ ആരുണ്ട്? ഒരു ബ്രാഞ്ചിൽ, ഒരു നെസ്റ്റിൽ ഒരു ബേർഡും കൂടെ ഉണ്ട് അല്ലേ? ലുക്കിംഗ് അറ്റ് ദ നെസ്റ്റ്, ദ ടോർട്ടോയ്സ് ലാഫ്ഡ് അറ്റ് ദ ബേർഡ് ആൻഡ് സെഡ്, വാട്ട് എ ഷാബി ഹോം യു ഹാവ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ്. ഇറ്റ് ഹാസ് നോ റൂഫ്. ഇത് കണ്ടിട്ട് ഈ ടോർട്ടോയ്സ് എന്ത് ചെയ്യാണ്? ബേർഡിനെ കളിയാക്കണ. എന്തിനു കൊള്ളാൻ നിന്റെ വീട് അല്ലേ? ബ്രോക്കൺ ആണ്, ഡ്രൈ ട്വിഗ്സ് ആണ്, ഇറ്റ് ഹാസ് നോ റൂഫ്, ഇതിന് റൂഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം. യെസ്, ദോ ഇറ്റ് ലുക്ക് ഡേർട്ടി ടു യു, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു മീ. ഐ ഹാവ് ബിൽറ്റ് ഇറ്റ് വർക്കിംഗ് ഹാർഡ്, സോ ഐ ലൈക്ക് ഇറ്റ്, റിപ്ലൈഡ് ദ ബേർഡ്. പക്ഷെ ബേർഡ് എന്താ പറഞ്ഞേ? നിനക്ക് നോക്കുമ്പോൾ ഇത് ഡേർട്ടി, കൊള്ളില്ലാത്തതായിട്ടായിരിക്കും തോന്നുക. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു മീ, പക്ഷെ എനിക്കിതെന്താണ്? നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഐ ഹാവ് ബിൽറ്റ് ഇറ്റ് വർക്കിംഗ് ഹാർഡ്, ഞാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തത് എന്ന് ബേർഡ് പറഞ്ഞു. സീ മൈ ബ്യൂട്ടിഫുൾ ഷെൽ, ഹൗ നൈസ് ഇറ്റ് ഈസ്, സെഡ് ദ ടോർട്ടോയ്സ്. ക്യാൻ യു പ്രൊട്ടക്ട് യുവർ ഫാമിലി ഇൻസൈഡ് യുവർ ഷെൽ? ദ ബേർഡ് ആസ്ക്ഡ്. അപ്പോൾ പറയണം, നീ എൻ്റെ ബ്യൂട്ടിഫുൾ ആയ ഷെല്ല് കണ്ടോ, എത്ര ഭംഗിയാണ് അല്ലേ? അപ്പോൾ ബേർഡ് ചോദിക്കുകയാണ്, ക്യാൻ യു പ്രൊട്ടക്ട് യുവർ ഫാമിലി ഇൻസൈഡ് യുവർ ഷെൽ? നിന്റെ ഫാമിലിനെ നിനക്ക് ഇതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ? നോ, സെഡ് ദ ടോർട്ടോയ്സ്. ടോർട്ടോയ്സ് പറഞ്ഞില്ല. ടോർട്ടോയ്സ്, മൈ ഹോം ഹാസ് ഇനഫ് സ്പേസ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ ടോർട്ടോയ്സിനോട് പറയുകയാണ്, ടോർട്ടോയ്സ് എന്താണ്? എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിന് ആവശ്യത്തിനുള്ള സ്പേസ് എന്തിലുണ്ട്? എൻ്റെ ഹോമിലുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ കോൾ മൈ നെസ്റ്റ്. അതുകൊണ്ട് ഞാൻ എന്തെന്ന് പറയണത്? ഇതെൻ്റെ കൂടെന്ന് പറയുന്നത് അല്ലേ? എ സ്വീറ്റ് ഹോം. ദ ടോർട്ടോയ്സ് ഫെൽറ്റ് അഷെയിംഡ്, ഇറ്റ് ഹാഡ് നോ വേർഡ്സ് ടു റിപ്ലൈ. ആകെ നാണിച്ച് പോയി അല്ലേ? മറുപടി ഒന്നും ഇല്ലാണ്ട് നാണിച്ച് പോയി. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന
ഹു ആർ ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ ക്യാരക്ടർ ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ആരൊക്കെയാ? ടൊർട്ടോയിസും ബേർഡും. എ ബേർഡ് ആൻഡ് ടൊർട്ടോയിസ്. എ ബേർഡ് ആൻഡ് ടൊർട്ടോയിസ് ആൻഡ് ബേർഡ്. ഇതാണ് ശരിയായ ഉത്തരം. ദ ബേർഡ് ബിൽറ്റ് ഇറ്റ് നെസ്റ്റ് വിത്ത് എന്തും കൊണ്ടാണ്? ബ്രോക്കൺ ഡ്രൈ ടിക്സ്. ബേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തും കൊണ്ട്? ബേർഡ് അതിന്റെ നെസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രോക്കൺ ഡ്രൈ ടിക്സും കൊണ്ടാണ്. ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ടോപ്പ് കവറിംഗ് ഓഫ് എ ബിൽഡിംഗ്. ഏതാണ് ഇതിനകത്ത് ടോപ്പ് കവറിംഗ് ഓഫ് എ ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത്? റൂഫ് അല്ലേ? റൂഫ് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ടോപ്പ് കവറിംഗ് ഓഫ് എ ബിൽഡിങ്ങിന് പറയുന്ന പേരാണ് എന്തെന്ന്? റൂഫ്. ഇനി വൈ ഡിഡ് ദ ടൊർട്ടോയിസ് ഫീൽ അഷെയിംഡ്? പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ടൊർട്ടോയിസ് നാണിച്ചു പോയത്? ടിക്ക് മാർക്ക്, തെറ്റായ ഉത്തരത്തിൽ പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. ശരി ഉത്തരമല്ലാത്തതിന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി കനോട്ട് ഫ്ലൈ ഹൈ. അവന് എന്താണ്? പറക്കാൻ കഴിയില്ല. ഹി കനോട്ട് പ്രൊട്ടക്ട് ഹിസ് ഫാമിലി ഇൻസൈഡ് ഹിസ് ഷെൽ. പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എന്താണ്? ഹി കനോട്ട് പ്രൊട്ടക്ട് ഹിസ് ഫാമിലി ഇൻസൈഡ് ഹിസ് ഷെൽ അല്ലേ? ഇനി നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ ബേർഡ് കോൾ ഇറ്റ്സ് നെസ്റ്റ് ഈസ് എ സ്വീറ്റ് ഹോം? എന്തുകൊണ്ടാണ് സ്വീറ്റ് ഹോം എന്ന് അവന്റെ നെസ്റ്റിനെ അവൻ വിളിച്ചത്? എന്തുകൊണ്ടായിരിക്കും? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീസൺ അതിനെ എഴുതാം അല്ലേ? എന്തുകൊണ്ടായിരിക്കും? അവ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? മൈ ഹോം ഹാസ് ഇനഫ് സ്പേസ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എന്താണ്? ഇതാണ് അവിടെ എഴുതണ്ടേ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റീസൺ എഴുതുക. അപ്പൊ ഇവിടെ എന്താ എഴുതണ്ടേ? മൈ ഹോം. പറയുന്നില്ലേ എന്തുകൊണ്ടായിരിക്കും? അതിന്റെ ദ ഹോം എന്താണ്? ഹാസ് ഇനഫ് സ്പേസ് ഫോർ ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദാറ്റ്സ് വൈ ഹി കോൾഡ് എന്ത്? അതുകൊണ്ടാണ് അവൻ എന്നെ എന്തെന്ന് വിളിച്ചത്? സ്വീറ്റ് ഹോം എന്ന് വിളിച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് എങ്ങനെ തയ്യാറാക്കാം? ഇത് നമുക്ക് നോക്കൂ. ഇവിടെ ഒരു ഡ്രസ് ലാൻഡ്, ഒരു ഡ്രസ് കടയുടെ ഷോപ്പിന്റെ ആണ് പിക്ചർ തന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് വി ഹാവ് എ വൈഡ് കളക്ഷൻ ഓഫ് ഡ്രസ് ഫോർ മെൻ ആൻഡ് വുമൺ ആൻഡ് കിഡ്സ് എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുമ്പോൾ എന്താണ്? ഡ്രസ് ലാൻഡ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഒരു ഡ്രസ്സിന്റെ പടമൊക്കെ വരയ്ക്കുക നിങ്ങൾക്ക് കഴിയുന്ന പോലെ. പിന്നെ നമുക്ക് ഇന്നത്തെ ഉള്ളതിൽ തന്നെ എഴുതാം അല്ലേ? ഡ്രസ് ഫോർ മെൻ ആൻഡ് വുമൺ, കിഡ്സ് സെക്ഷൻ, പിന്നെ എന്താ? വൈഡ് കളക്ഷൻസ് ഓഫ് ഡ്രസ്സസ്. ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. നെക്സ്റ്റ് തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് സെഡ് ഗുഡ് ബൈ ടു ദ എൽസ്. ഷൂ മേക്കറും അദ്ദേഹത്തിന്റെ വൈഫും എൽസിനോട് ഗുഡ് ബൈ പറഞ്ഞു. ദ എൽസ് ഡിസപ്പിയർ. പെട്ടെന്ന് തന്നെ എൽസ് ഡിസപ്പിയർ ആയി. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം അല്ലേ? ദ ഷൂ മേക്കേഴ്സ് വൈഫ് തോട്ട് അബൌട്ട് ദെയർ ഗുഡ് ഡീഡ്സ്. അതിനുശേഷം ഷൂ മേക്കറിന്റെ വൈഫ് ആലോചിക്കുന്ന ആ പഴയ കാര്യങ്ങളെ കുറിച്ച് തോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ഡീഡ്സിനെ കുറിച്ച്. ഓ ദോസ് ടൈനി കൈൻഡ് ക്രിയേച്ചേഴ്സ്, to think that such a small beings could have brought such a change in our life. എന്താ പറയുന്നത്? those tiny and kind creatures, കുഞ്ഞ് അവര് to think that such a small beings could have brought such a change in our, ഞങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന ചേഞ്ച് എന്താണ് നോക്കൂ. they worked tirelessly through the night. അവർ രാത്രി മുഴുവൻ ക്ഷീണം ഇല്ലാതിരുന്ന് അവരെന്ത് ചെയ്യും? വർക്ക് ചെയ്യും. വി വെർ സോ ഫോർച്ചുനേറ്റ് ടു ഹാവ് ഹാഡ് ദോസ് ലിറ്റിൽ എൽസ് ഇൻ അവർ ലൈഫ്. അവരെ കിട്ടിയത് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മറക്കാനാത്തുള്ളൊരു അല്ലെങ്കിൽ നല്ലൊരു സംഭവമാണ് എന്നും പറഞ്ഞത് തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ്. കൂടുതൽ ലൈൻ ഉൾപ്പെടുത്തുക എന്നാണ് പറയുന്നത്. The shoemaker and his wife started a new shop. They worked hard and made wonderful leather items. അവരോട് ലെതർ ഐറ്റംസ് ഉണ്ടാക്കി. ഇനി അതിനെക്കുറിച്ചൊരു പാട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. Here are some caps, pretty new caps. Wear them on your heads and play along smart. ഇതുപോലെ ഈ പിക്ചർ നോക്കിയിട്ട് അടുത്തത് നിങ്ങൾ എഴുതുക. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ബാഗ് തന്നിരിക്കുന്നത്. അപ്പൊ here are some pretty new bags. Wear them on your, നമ്മളിവിടെ ബാഗ് ഷോൾഡറിൽ അല്ലേ? And keep your bags സ്മാർട്ട് അല്ലേ? അങ്ങനെ എഴുതാം.
അല്ലെങ്കിൽ ആൻഡ് പ്ലേ അലോങ് സ്മാർട്ട്, അങ്ങനെ വീണ്ടും എഴുതാം. പിന്നെ ഹിയർ ആർ സം ഷൂസ്, പ്രെറ്റി ന്യൂ ഷൂസ്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ ലൈൻസ് പോലെ തന്നെയല്ലേ. വിയർ ദം എവിടെയാണ്? ഓൺ യുവർ, നമ്മൾ എവിടെ ഇടുക ഷൂസ് ഒക്കെ? ലെഗിൽ. ആൻഡ് പ്ലേ അലോങ് സ്മാർട്ട്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറുകൾ നോക്കി നമ്മൾ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസിഡൻസ് വെച്ചിട്ട് എങ്ങനെ സ്റ്റോറി എഴുതണമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യം കാണുന്നത് ഒരു ഡോഗും ഒരു കുട്ടിയാണ് അല്ലേ. അപ്പൊ അവരെന്താ പറയണത്? അവിടെ പറയണ്ട് ലെറ്റ്സ് റേസ് ടുഗദർ എന്ന് പറയണ്ട. അപ്പൊ നമുക്ക് സ്റ്റോറി ആയിട്ട് എങ്ങനെ എഴുതാം? വൺ ഡേ, ഈ കുട്ടിക്ക് ഒരു പേര് കൊടുക്കുക, രാജു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ആൻഡ് ഹിസ് പെറ്റ് ഡോഗ് അല്ലെങ്കിൽ ഹിസ് പെറ്റ് ഡോഗ് ഡിസൈഡ് ടു റേസ് ടുഗദർ. റേസ് ടുഗദർ, അവർ ഒരുമിച്ച് ഒരു ഓടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ എന്ത് ചെയ്തു? ദേ റാൻ ഫാസ്റ്റ്ലി, അവരെന്താണ് നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടി. പെട്ടെന്ന് എന്താ സംഭവിച്ചേ? സഡൻലി ടോം ഫെൽ ഡൗൺ, പെട്ടെന്ന് തന്നെ ടോം എന്ത് ചെയ്തു? വീണു അല്ലേ, കൽത്തട്ടി വീണു. ബട്ട് രാജു ടുക്ക് ടോം ഓൺ ഹിസ് ഷോൾഡർ, പക്ഷെ എന്ത് ചെയ്തു? രാജു അവനെ എടുത്ത് അവന്റെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് ആൻഡ് റാൻ ആൻഡ് ഹി സെഡ് വി ബോത്ത് വോൺ, എന്താണ്? അവന്റെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് ഓടി. ഹിസ് ഷോൾഡർ അറ്റ് ദ ഫിനിഷ് പോയിന്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഫിനിഷ് ആൻഡ് റാൻ ആൻഡ് ഹി സെഡ് വി ബോത്ത് വിൻ. എന്നിട്ട് അവൻ പറഞ്ഞു എന്താണ്? നമ്മൾ രണ്ടുപേരും വിജയിച്ചു എന്ന് പറഞ്ഞു. അവൻ്റെ പെറ്റിന് എന്താണ് തോൽക്കാനായിട്ട് സമ്മതിച്ചില്ല. അപ്പൊ നല്ലൊരു ബോയിയാണ് ആരെന്ന് പറയണത്? രാജു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊരു സ്റ്റോറി പോലെ നിങ്ങളുടേതായ ഓൺ ലാംഗ്വേജിൽ എഴുതാം. അപ്പൊ ഇത്രയൊക്കെയാണ് മക്കളെ നിങ്ങളുടെ ഇന്നത്തെ ആൻസർ കീ. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.